എൻ്റെ അടുത്ത് 2 ചോദ്യങ്ങളാണ് വന്നേക്കണത്. ആദ്യത്തെ ചോദ്യം, പ്ലീസ് ടെൽ മീ വൈ എ മാൻ റിപ്പീറ്റഡ്ലി ഫെയിൽ ഇൻ ദി പെർസ്യൂട്ട് ഓഫ് സ്പിരിച്വൽ ലൈഫ് ഇൻ സ്പൈറ്റ് ഓഫ് സ്ട്രോങ് ഡിസയർ ടു പെർസ്യൂ ഇറ്റ്, വെദർ പ്രീവിയസ് ലൈഫ് ഹാസ് എനി സേ ഇൻ ദിസ് റിഗാർഡ്. ഐ ആം എൻ ആർഡൻറ്റ് ഡിവോട്ടി ഓഫ് ലോർഡ് ഗുരുവായൂരപ്പ ആൻഡ് സ്വാമി ചിന്മയാനന്ദ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനുള്ള പ്രാവീണ്യമൊന്നും എനിക്കില്ല. പക്ഷേ തീർച്ചയായും നമ്മുടെ മുജ്ജമ്മത്തിലുള്ള ചില വാസനകൾ നമ്മളെ നല്ല വഴിക്കും ചീത്ത വഴിക്കൊക്കെ കൊണ്ടുപോകുമെന്നുള്ളത് സുവിദിതമാണ്, എത്രയായാലും കൊണ്ടുപോകും. പക്ഷേ ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ജനിക്കുകയാണെങ്കിൽ, എനിക്ക് 10-11 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ റിട്ടയർ ചെയ്ത് വിവേകാനന്ദ സ്വാമിയുടെ ഷിക്കാഗോ പോസ്റ്റിലുള്ളൊരു പടം ഞങ്ങളുടെ അകത്തളത്തിൽ കൊണ്ടുവച്ചത്. അത് കണ്ടപ്പോൾ ഉണ്ടായൊരു പ്രചോദനത്താൽ ഞാൻ എന്നെ തന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ചു, ആ വയസ്സിൽ തന്നെ. പക്ഷേ അതിനെപ്പറ്റി ഓർത്തില്ല, കൊച്ചുകുട്ടിയല്ലേ, മറന്നു പോയി. പിന്നെ പല കാരണങ്ങളുണ്ട് അത് വീണ്ടും ഓർമ്മയിലേക്ക് വന്നു. അപ്പോൾ മുജ്ജമ്മത്തിൽ ചെയ്യുന്നതിന് കുറച്ചൊക്കെ അർത്ഥം ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മനസ്സിലിങ്ങനെ ഒരാഗ്രഹം വന്നാൽ നമ്മളതിനെ പരിപോഷിപ്പിക്കണം. അതിനുള്ള വഴി ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് നല്ല പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്സംഗത്വേ എന്താണ് തുടക്കുന്നത്? സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതുകൊണ്ട് ആദ്യം തന്നെ സത്സംഗങ്ങളൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ മനസ്സ് നമ്മളറിയാതെ തന്നെ കുറേ പ്യൂരിഫിക്കേഷൻ. ഞങ്ങളൊക്കെ 7-8 വയസ്സുള്ളപ്പോൾ അച്ഛൻ നിർബന്ധിച്ച് ഇവിടെ പാർമേക്കാവ് അമ്പലത്തിൻ്റെ അവിടെ അന്ന് വലിയൊരു ആൽമരമല്ല, ഒരു പാലമരമുണ്ട്. അതിൻ്റെ ചുവട്ടിലിരുന്ന് മയക്കും കേൾക്കും ഒന്നുമില്ല. പക്ഷേ സന്ധ്യസമയത്ത് അവിടെ ഇരുന്ന് ആഗമാനന്ദ സ്വാമി മുതലായവരുടെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കാനുള്ള ആ രുചി വളർത്തിയെടുത്തു. അതാണ് അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ കഴിയുന്ന ആദ്യത്തേത്. കുട്ടികൾക്ക് ആ രുചി വളർത്തി കൊടുക്കുക. അങ്ങനെ സത്സംഗത്വേ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ തന്നെ ഒരു നിസ്സംഗത്വം വരും. ഈ കാണുന്നതൊന്നുമല്ല, അതിലൊക്കെ അപ്പുറത്ത് വേറെ എന്തോ ഉണ്ട് എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ ജനിക്കും. പിന്നെ നമ്മളതിനെ പെർസ്യൂ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ വായിക്കുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതൊരു ഭയങ്കര ശക്തിയുള്ളൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ചിലപ്പോൾ മനസ്സിന് വിഷമം, ടെൻഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയും, ഞാൻ നിങ്ങൾക്കൊരു മഹാമന്ത്രം പറഞ്ഞു തരാം, നിങ്ങൾ അതുമാതിരി പ്രവർത്തിക്കൂ. എന്താണ് ആ മഹാമന്ത്രം എന്നറിയോ? ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു. ആര് നമ്മുടെ അടുത്തേക്ക് വന്നാലും നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്ന് അതൊരു വ്രതാക്കുക. ചിലപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ വല്ല നമ്മളോട് പൈസ ചോദിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു റെക്കമെൻഡ്, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ശരി, ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളൊരു മന്ത്രമായിട്ട് മനസ്സിലിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും പോകും. പതുക്കെ 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 അന്യരെ സ്വന്തമായി കാണാനും മനസ്സ് വികസിച്ച് നമ്മളെ ആ ഒരു ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി, ചെറിയ ചെറിയ പദ്ധതികളിൽ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. ശ്രമിച്ചെങ്കിൽ സാധിക്കില്ല. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. രണ്ടാമത്തെ ശ്ലോകം, എങ്ങനെ ഡിവൈൻ മദറിനെ ഉണ്ടാക്കാം? ഡിവൈൻ മദറിനെ നമുക്ക് നവരാത്രിയിലൊക്കെ ഒരുപാടെണ്ണം വായിക്കാൻ കിട്ടും. ഇവിടെ ഒരെണ്ണം വാങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ? അതല്ലല്ലോ വേണ്ടത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഡിവിനിറ്റിയുടെ ബഹിരാവിഷ്കരണമാണ്. ദി ഗോൾ ഇൻ ലൈഫ് ഇസ് ടു മാനിഫെസ്റ്റ് ദാറ്റ് ഡിവിനിറ്റി ബൈ കൺട്രോളിങ് നേച്ചർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. ആന്തരികവും ബാഹ്യവുമായിരിക്കുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെയുള്ള നന്മയെ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അദ്വൈതത്തിനെ പ്രതിഷ്ഠിക്കൂ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റേതാണ് എന്നുള്ള ഭാവം, എൻ്റെ കുട്ടികളെ മാത്രമല്ല എല്ലാവരും. പിന്നെ നല്ലൊരു വഴിയുണ്ട്. പണ്ട് അംബാനന്ദസ്വാമി മാതൃദേവിയെ പറ്റി എഴുതിയേക്കുന്ന ഒരു ശ്ലോകം ഞാൻ കുട്ടികളെ, ഞങ്ങളുടെ LKG UKG കുട്ടികളെ തൊട്ട് പഠിപ്പിക്കും.
ആരേലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ, ആരോടും നീചവാക്കൊതിടയുവാൻ, ആർക്കും മനോദുഃഖം ഞങ്ങളാൽ തോന്നായ്വാൻ, കാക്കണേ തൃപ്പാദം കുമ്പിടുന്നേൻ. അമ്മാതൻ കുഞ്ഞുങ്ങൾ എല്ലാവരുമെന്നു ചിന്മയെ ഞങ്ങൾക്കു തോന്നി നിന്നാമെപ്പോഴും ജപിക്കുവാൻ, നാമെപ്പോഴും ഭക്തിയോടും ജപിക്കുമാറായിടണം. അതാണ് ഇതിനുള്ളവർ. തമ്മിലുള്ള ഡിവിനിറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആരിലും കുറ്റങ്ങൾ കാണരുത്. മാതൃദേവി എല്ലാവരെയും ഉപദേശിച്ചതാണ്, നിങ്ങൾക്ക് മനഃശാന്തി വേണോ, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണരുത്, നിങ്ങളിലുള്ള കുറ്റങ്ങളെ കാണാൻ പഠിക്കുമെന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആത്മാർത്ഥമായിട്ട് അതൊന്നും ശ്രമിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരിലും ഡിവിനിറ്റി ഉണ്ട്, പക്ഷെ നമുക്കതൊക്കെ ഇങ്ങനെ സപ്താഹത്തിന് പോയി കൊണ്ട് അതൊക്കെയാണ് ഇഷ്ടം. നമ്മളുടെ ഉള്ളിലുള്ളതിനെ ആർക്കും ആവാഹിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് ആത്മാർത്ഥമായി തൻ്റെ ഉള്ളിലെ ദീപി ഉണ്ടാകുന്ന, ഇപ്പോൾ ആ കഥ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ, അതേമാതിരി ആത്മാർത്ഥമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഡിവിനിറ്റിയെ ആഗ്രഹിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, വിചാരങ്ങളിൽ, ഭാഷണങ്ങളിൽ, എല്ലാത്തിലും നമുക്കതിനെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല അത്.